ഓണം വന്നോണം വന്നോണം വന്നേ ഓണം വന്നോണം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ പേര് ബിനു. ഞാനിതിനു മുമ്പ് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പഴയ കാലത്തെ ഓണം, അതായത് ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 50-60 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അന്നത്തെ ഓണം വ്യത്യാസമുള്ളതായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഒരു നോസ്റ്റാൾജിയ പോലെ തോന്നുന്നുള്ളൂ. ആ ഓണം ഇനി തിരിച്ചു വരില്ല. കാരണം അന്നത്തെ ഓണം കുറച്ചുകൂടെ റോ ആയിരുന്നു. ഇന്നത്തെ പോലെ എല്ലാ സാധനവും റിഫൈൻഡ് അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ആഘോഷമാണ്. സ്കൂൾ അടച്ചു കഴിഞ്ഞ് പുസ്തകമെല്ലാം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 9 ദിവസം കഴിഞ്ഞാണ് അത് രണ്ടാമത് തുറന്നു നോക്കുന്നത്. ആ ആഴ്ച മുഴുവൻ കളിയാണ്. ഓണമാകുമ്പോഴത്തെ കൂട്ടുകാരൊക്കെ വരും, പലതരം കളികൾ, ഓടിച്ചാടി നടക്കുക, പല കളികളുണ്ട്. ഒളിച്ചു കളി തൊട്ട് നിലത്ത് വരച്ച് കല്ലിട്ട് അതിൻ്റെ പുറത്ത് ചാടുന്ന, ഞാൻ പേര് മറന്നുപോയി, കളികൾ. പിന്നെ ഞങ്ങൾക്കൊരു ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ടായിരുന്നു. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാഡ്മിൻ്റൺ കളി. ഇതെല്ലാമായിരുന്നു കളികൾ. ഏറ്റവും പ്രധാനം ഇന്നത്തെ പോലെ തന്നെ അന്ന് ഓണസദ്യയായിരുന്നു. അന്നത്തെ ഓണസദ്യയും വ്യത്യാസമായിരുന്നു. കാരണം എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കുന്നതായിരുന്നു. അമ്മയും വീട്ടിലെ വേറെ ആരെങ്കിലും കൂടി ഉണ്ടാക്കുന്നതായിരുന്നു. ഇന്നത്തെ പോലുള്ള ചിപ്സും ഒന്നും അല്ല അന്നുണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്നത് കുറച്ചുകൂടി റോ ആയിരുന്നു. ചിലപ്പോൾ ചില കായൊക്കെ ഇത്ര മൂത്തു പോവും, ചിലപ്പോൾ അതിനകത്ത് ഇത്ര കനം കൂടിയ കഷ്ണം കാണും. അങ്ങനെയുള്ള എല്ലാം ആയിരുന്നു അന്നത്തെ ഊണ്. പക്ഷെ അതിനൊരു പ്രത്യേക രുചിയുണ്ട്. ഇന്നിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുമ്പോഴും സദ്യ വാങ്ങുമ്പോഴൊന്നും ആ രുചി ഇപ്പോൾ കിട്ടാറില്ല. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കൂട്ടിക്കൽ എന്ന എൻ്റെ ഗ്രാമത്തിലെ ഓണം. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഊണ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോകും. അമ്മയുടെ വീട് കുട്ടനാട്ടിലായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പല കസിൻസ് ഉണ്ട്, ഒരുപാട് പേര് കളിക്കാനുണ്ട്. കളികളുടെ സ്വഭാവം മാറും. അവിടുത്തെ അന്നത്തെ എട്ടുകളിയും അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ വെച്ചുള്ള കളികളും തിരിച്ചു കയറി വരുന്നതും ഇങ്ങനെ പല കളികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു കാര്യം മറന്നുപോയ, ഓണത്തിന്റെ ഒരു പ്രധാന സംഭവമായിരുന്നു സിനിമ. അന്നൊക്കെ 2 സിനിമ റിലീസാകും. ഒന്ന് ഉദയായിട്ട്, രണ്ടാമത് മെരിലാൻഡ് സ്റ്റുഡിയോയുടെ. അപ്പോൾ ഒരെണ്ണം നമ്മുടെ വില്ലേജിൽ തന്നെ കാണും, മറ്റത് കുറച്ച് ദൂരെയായിരിക്കും. രണ്ടും കാണും. എൻ്റെ അനിയൻ എന്ന പാട്ടിനോട് വളരെ ഭ്രമമായിരുന്നു. അപ്പം സിനിമയുടെ ഇന്റർവെല്ലിൽ പാട്ടുപുസ്തകം വാങ്ങുക, 10 പൈസ കൊടുത്ത് പാട്ടുപുസ്തകം വാങ്ങുക, അത് ഒരു പ്രധാന ചടങ്ങായിരുന്നു. അത് വീട്ടിൽ വന്നിരുന്ന പുള്ളി അതെല്ലാം പഠിച്ച് പാടി നോക്കും. അങ്ങനെയൊക്കെയായിരുന്നു സിനിമ കാണുന്നത്. ചെങ്ങളത്തിലാകുമ്പോഴത്തെ എൻ്റെ അമ്മയുടെ ഗ്രാമത്തിൽ അവിടെ അടുത്ത് തന്നെയായിരുന്നു കോട്ടയവും കുമരകവും. 2 വള്ളംകളിയുണ്ട്. താഴത്തങ്ങാടി വള്ളംകളി, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ചതയം വള്ളംകളി കുമരകം. 2 സ്ഥലത്തും പോകുമായിരുന്നു. ചിലപ്പോൾ കരവഴി പോവും, ചിലപ്പോൾ വള്ളത്തിൽ പോകും. ബോട്ടല്ല, അന്ന് വള്ളത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാം കൊണ്ടിരുന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും നിൽക്കും. നമ്മുടെ നാട്ടുകാരുടെ വള്ളം അന്നത്തെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരുന്നവരെ നോക്കിയിരിക്കും. അവരതിന്റെ ട്രോഫിയൊക്കെ കൈ പിടിച്ച് കുട്ടനാടൻ പുഞ്ചയിലെ പോലുള്ള പാട്ടുകളും പാടിയാണ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. അതെല്ലാം ഒരു ആവേശമായിരുന്നു. അന്നത്തെ ആ രീതികൾ ഇന്നെല്ലാം മാറി. ഇന്ന് കൂടുതൽ പരിഷ്കൃതമായി, കൂടുതൽ എല്ലാ സാധനങ്ങൾക്കും ഒരു മാറ്റം വന്നു. പക്ഷെ അന്നത്തെ ആ റോനെസ്, ഞങ്ങളാ കളിച്ചിരുന്ന റോനെസ്, അതിപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. അതിനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. അതങ്ങനെ തന്നെ നിന്നുകൊട്ടെ. ഇനി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഒരിക്കൽ കൂടി.